പച്ചമുന്തിരി വെച്ചിട്ടാ പച്ചമുന്തിരി വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കും? ഹൽവ ഉണ്ടാക്കാലോ. ഹൽവ എന്ന് പറയുമ്പോൾ ആൾക്ക് ഇഷ്ടമായി, കാരണം മധുരമാണല്ലോ. പച്ചമുന്തിരി വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഹൽവ ഉണ്ടാക്കിയാലോ? ഓ അത് പൊളിക്കൂട്ടാ. അപ്പൊ ഉണ്ടാക്കിയാലോ? ആയോ? ഞാനിവിടെ 3/4 കിലോ പച്ചമുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒന്ന് മാറ്റാവേ. ഇനി അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ജ്യൂസ് പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടാ. ഇതാ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുവാണ്. ഇങ്ങനെ ഒരു വലിയൊരു അരിപ്പേ കൂടെ വേണം കേട്ടോ നിങ്ങൾ ഇതിനെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ അപ്പം നമ്മൾ ജ്യൂസ് മാത്രമായിട്ട് ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനേ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുന്തിരി ജ്യൂസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഇത് നമുക്കേ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതേ കോൺഫ്ലോർ ഇവിടെ തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മുടെ മുന്തിരിയുടെ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കാരമലൈസ് ചെയ്തെടുക്കാൻ. ഷുഗർ അല്ലാണ്ട് നന്നായിട്ട് കാരമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ച ജ്യൂസ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. തീ ഉണ്ടല്ലോ ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. കോൺഫ്ലോർ മിക്സ് ചെയ്ത് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇത് ഇടവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. നമ്മുടെ ഹൽവയുടെ മിക്സ് ഇവിടെ ഏകദേശം ഒക്കെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു പിഞ്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്കിതിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് വേണം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇത് ഒന്നും കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ വീണ്ടും നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും അതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാ വശത്തേക്കും നന്നായിട്ട് നെയ്യ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുവാണേ. അതിൻ്റെ കൂടെ കുറച്ച് എള്ളുണ്ട് കേട്ടോ. വെളുത്ത എള്ളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ബദാമും ആണ് കേട്ടോ. വീണ്ടും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പാത്രത്തിൽ നിന്നൊക്കെ കണ്ടോ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാതെ. ഞാനിവിടെ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുന്തിരി ആണല്ലോ. ഇതാ അധികം ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് വീണ്ടും അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് വീണ്ടും നല്ല പോലെ കട്ടയായി തുടങ്ങി. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാവേ. ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ബദാമിന്റെയും ഒരു നട്ട്സിന്റെ കൂട്ടാണ് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നിങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് അല്പം എള്ളും കൂടെ വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാ അവസാനമായിട്ട് അതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ നെയ്യല്ലേ ഇട്ട് കൊടുക്കുന്നത്. അതിൽ 4ാമത്തെ ടേബിൾ സ്പൂൺ അവസാനമായിട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി അതും നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഗ്രീൻ ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇതാ നമുക്ക് പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. അടിപൊളി. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതെല്ലാം എല്ലാ വശത്തേക്കും ഒരുപോലെ അങ്ങ് ആക്കി കൊടുക്കാവേ. ഇനി നമുക്ക് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 1.5-2 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇത് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹൽവ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് പതുക്കെ ഇതിനൊന്ന് വിടിയിച്ചെടുക്കാവേ. ഇത് കണ്ടോ, ഇത് ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും വിട്ട് പോരുന്നുണ്ട്. അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും പതുക്കെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ എത്ര സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേന്ന്. കണ്ടോ, ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിച്ചാലോ? ഗ്രേപ്പ് ഹൽവ. നല്ല കിടക്കാച്ചി കളറല്ലേ? കട്ട് ചെയ്ത് കഴിച്ചോലോ. കട്ട് ചെയ്തോ. നല്ല സോഫ്റ്റ് ആണ്. ഇനി എല്ലാരും ഒന്ന് കഴിച്ചു നോക്കിക്കേ. ഈ കുട്ടി കഴിച്ചേക്കടാ. സംഭവം നല്ല സോഫ്റ്റ് ആട്ടോ. അടിപൊളിയാണ്. കഴിച്ചോട്ടെ. നല്ല സോഫ്റ്റ് ആണ്.
എന്താ പറയാ നാവിൽ അലിഞ്ഞു പോവാന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ്ടോ അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കോളൂ. ഇത് നമ്മുടെ പച്ചമുന്തിരി ഹൽവ പൊളിയാണ്ടോ. പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാം. വിരുന്നുകാരൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ ഞെട്ടിക്കുക. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.